അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. ചോറുണ്ടാക്കി 5-6 ഐറ്റം പച്ചക്കറി ഉണ്ടേനും ഞാൻ വിചാരിച്ച സാമ്പാർ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാ പച്ചക്കറിയും ഇല്ലെങ്കിലും ഉള്ളതിനെ കൊണ്ട് അങ്ങനെ പച്ചക്കറിയൊക്കെ നന്നായി കഴുകി അരിഞ്ഞിട്ട് അതിൽ 5-6 പച്ചമുളകും ഇച്ചിരി പരിപ്പും പാകത്തിന് ഉപ്പും 2 തക്കാളിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് വേവിപ്പിക്കാൻ വെച്ച് പിന്നെ അതിന് വേണ്ടി തേങ്ങ വറുത്തെടുക്കുകയാണ്. തേങ്ങയിൽ 1 മുറി തേങ്ങയാണ്. അതിൽ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 4-5 ചെറിയ ഉള്ളി, ഇച്ചിരി മഞ്ഞൾ പൊടി, 1 കഷ്ണം ഇഞ്ചി ഒക്കെ ഇട്ട് നന്നായിട്ട് എണ്ണയിൽ വറുത്തെടുത്ത് അങ്ങനെ പച്ചക്കറിയൊക്കെ വന്നിട്ടുണ്ട്. വറുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു തട്ടിക്കൂട്ടൽ ഒരു സാമ്പാർ. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചെടുത്ത് ഇനി കടു പൊട്ടിച്ചിടാൻ പോവാണ്. കടു പൊട്ടിച്ചിടുന്നതിൽ കുറച്ച് വെണ്ടയ്ക്കയും വഴുതനങ്ങയും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ ഇട്ടാൽ ഉടഞ്ഞു പോകില്ല. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഉടഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരവൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുളിയും പാകത്തിന് ഉപ്പുമൊക്കെ ഉണ്ടോ നോക്കി പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത്. വറ്റൽ മുളകില്ലായിരുന്നു, ഉള്ളതുപോലെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. പിന്നെന്താണ്, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചു. ചോറ് തിന്നാൻ വന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സാമ്പാറും തൈരും ചിക്കൻ പൊരിച്ചതും പപ്പടും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം എന്ന് വീണ്ടും പറയാണ്. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.